يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل وسلم على نبينا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. وكذلك أنزلناه آيات بينات وأن الله يهدي من يريد. إن الذين آمنوا والذين هادوا والصابئين والنصارى والمجوس والذين أشركوا إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അറിവ് തേടിയുള്ള പഠനത്തിൻ്റെ വഴിയിലാണ് നാം ഉള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇൽമിൻ്റെ മജ്ലിസുകൾക്ക് വലിയ പുണ്യവും മഹത്വവും നിശ്ചയിച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തോടെ ദീന് പഠിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന എല്ലാ മഹത്വവും പുണ്യവും പ്രതിഫലവും നമുക്കെല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ സദസ്സിൽ ഒരുപാട് ചെറുപ്പക്കാർ ഈ രംഗത്ത് ഉണ്ട് എന്നത് നമുക്കേറെ സന്തോഷമാണ്. എന്നാൽ ഒരിക്കൽ പോലും നമ്മുടെ സദസ്സിലെത്താത്ത, നമ്മുടെ ഖുതുബയിൽ വന്നുപെടാത്ത ഒട്ടനേകം അന്ധവിശ്വാസങ്ങളിലും ചൂഷണങ്ങളിലും അകപ്പെട്ട് കിടക്കുന്ന യുവതലമുറ ഉണ്ട് എന്ന ബോധ്യത്തോടെ ആയിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മുടെ അജണ്ടകളിലും ഉണ്ടാകേണ്ടത്. ഒരിക്കൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കവിതയിൽ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, വമൻ ലം യദുഖ് മുറത്ത തഅല്ലുമി സാഅതൻ തജറഅ ദുല്ലിൽ ജഹ്ലി തൂല ഹയാതിഹി. വമൻ ലം, ആരെങ്കിലും ഒരാൾ, ലം യദുഖ് മുറത്ത തഅല്ലുമി സാഅതൻ, ഒരു മണിക്കൂർ നേരത്തേക്ക് കുറച്ചു കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ ആസ്വാദനം അവൻ, അതിൻ്റെതായ കയ്പുനീരുകൾ അവൻ ആസ്വദിക്കുന്നില്ല എങ്കിൽ, ഒരു അറിവ് തേടിയുള്ള ഒരു മണിക്കൂർ അവൻ അനുഭവിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, തജറഅ ദുല്ലിൽ ജഹ്ലി തൂല ഹയാതിഹി, ജീവിതകാലം മുഴുവൻ അറിവില്ലായ്മയുടെ അപമാനവുമായിട്ട് അവൻ ഇങ്ങനെ കഴിഞ്ഞുകൂടും. ജീവിതകാലം മുഴുവൻ ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ, കുറഞ്ഞ സമയമെങ്കിൽ അവൻ ഒരു ദീനിയായ ഇൽമ് തേടാൻ ഒരാൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ അതിൻ്റെ ദുഃഖഭാരങ്ങൾ, അപമാനഭാരങ്ങൾ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. വമൻ ഫാതഹു തഅലീമ വഖത ശബാബിഹി, ആരെങ്കിലും യുവത്വകാലത്ത് ഇൽമ് പഠിക്കുന്നതിൽ നഷ്ടം വരുത്തിയാൽ, ഫക്കബ്ബിർ അലൈഹി അർബഅൻ ലിവഫാതിഹി, അവന് വേണ്ടി നീ ഒന്നും ചെയ്യാനില്ല, അവന് വേണ്ടി നീ അവസാനം 4 തക്ബീർ ചൊല്ലാനേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ അവന് മരണമാണ് നല്ലത്. അവന് മരണമാണ് നല്ലത്. യുവത്വകാലത്ത് ശരിയായ ഇൽമ് തേടാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ അതിൻ്റെ അവസരം നഷ്ടപ്പെടുത്തി കളയുന്നവന് ഒട്ടനേകം നാശമാണ് വരുന്നത്. അതിന്ന് രക്ഷപ്പെടാനുള്ള ഒറ്റ മാർഗം അവർക്ക് പിന്നെ മരണം മാത്രമേ ഉള്ളൂ എന്ന്. എത്ര ഗൗരവമാണ് ഒരു യുവാവ് അറിവുള്ളവനാവുക, ദീന് പഠിക്കുക എന്ന വിഷയത്തിൽ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുന്ന് കാണാം 2 ലക്ഷത്തിലേറെ വരുന്ന സ്വഹാബത്തിനോട് അവരുടെ യുവത്വ കാലഘട്ടത്തെയും അവരുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട ആരോഗ്യ സമയത്തെയും ഒക്കെ നന്നായി ഉപയോഗപ്പെടുത്താൻ പറഞ്ഞ വസിയത്തുകൾ കൊടുത്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ വിട പറഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞ് അങ്ങ് കഴിഞ്ഞു പോയപ്പോൾ സ്വഹാബത്ത് ആ ദൗത്യം ഏറ്റെടുത്തു. അവരുടെ മുമ്പിൽ വരുന്ന മുഴുവൻ ആളുകളോടും അവർ പല നസീഹത്തും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ടേയിരുന്നു.
ഒരിക്കൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മുമ്പിലുണ്ടായിരുന്ന ജനങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലയോ ജനങ്ങളെ, മനുഷ്യരെ, പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഉപദേശിച്ചിട്ട് പറയാണ്, നിങ്ങൾ ചില കാര്യങ്ങൾ മുറുകെ പിടിക്കണം, അല്ലെങ്കിൽ ഏറെ ശ്രദ്ധയോടെ ജീവിതത്തിൽ കൊണ്ടുവരണം. വഅലൈക ബിസ്സുദ്ഖി, നിങ്ങൾ എപ്പോഴും സത്യസന്ധത ജീവിതത്തിൽ നിലനിർത്തണം. വഇൻ ഖതലക, നിന്നെ കൊന്നാലും ശരി, നിന്നെ മരണത്തിലേക്ക് ഒരു പക്ഷേ അത് നയിച്ചാലും നീ സത്യം എന്നത് നീ മുറുകെ പിടിക്കണം. ചെറിയ ചെറിയ വാക്കാണ് അവർ പറയാ, പക്ഷെ പറഞ്ഞതിന്റെ ഉള്ളിലെ സാരം ആലോചിച്ച് നോക്കിയോ. ഒരു പക്ഷേ നമ്മള് പല സന്ദർഭങ്ങളിലായി പറയാറുണ്ട് സത്യസന്ധതയുടെ വില വലുതാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തബൂക്ക് യുദ്ധത്തിന് പോകുന്ന ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ആളുകൾ, പൈസയുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, വാഹനങ്ങളില്ല, ആയുധങ്ങളില്ല. എന്നാൽ സാമ്പത്തികമായും ശാരീരികമായും സമൃദ്ധമായ ഒരു സൗകര്യമുള്ള സമയത്ത് ഒരു കാരണവുമില്ലാതെ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ നിന്ന് പോകാതെ മാറി നിന്നു. യുദ്ധം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വന്നു എന്ന് കേട്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ എന്തുകൊണ്ട് യുദ്ധത്തിന് വന്നില്ല എന്ന കാര്യം പോയി പറയണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. വല്ലാത്തൊരു പിന്നീടൊരു വിഷമം അദ്ദേഹത്തിന് വരാൻ തുടങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. മുനാഫിക്കീങ്ങൾ വരെ ഉണ്ടാകുന്ന യുദ്ധത്തിൽ പങ്കെടുത്തവർ, അവരുടെ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ആളുകൾ ഞങ്ങൾ എന്തുകൊണ്ട് വന്നില്ല എന്ന കാരണങ്ങൾ ഇങ്ങനെ ഓരോ കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഒഴിവാക്കാൻ തുടങ്ങി. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പാപമോചനം തേടി. ഈ സന്ദർഭത്തിൽ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവിടേക്ക് കയറി വന്നു. സലാം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചത് ഒരൽപ്പം ദേഷ്യത്തോടെയായിരുന്നു. കഅബ് റളിയല്ലാഹു അൻഹു മുഖത്തേക്ക് നോക്കിയത്. എന്നിട്ട് അടുത്തേക്ക് വരാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു, ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് യുദ്ധത്തിന് വരാതിരിക്കാൻ, എന്ത് കാരണം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി, വാഹനം വരെ നിങ്ങൾക്കില്ലേ, എല്ലാം നിങ്ങൾക്കില്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ മാറി നിന്നത്? അദ്ദേഹം പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ്, പടച്ചോനെ, അല്ലാഹുവാണ് സത്യം, റസൂൽ ഞങ്ങളൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ പറയുന്ന കാര്യം എനിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാൻ ചില കാരണങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയാമായിരുന്നു. എനിക്ക് സമർത്ഥമായി സംസാരിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി വല്ല കളവും പറയുകയാണെങ്കിൽ അള്ളാന്റെ കോപം എനിക്ക് അതുകൊണ്ടുണ്ടാകും. അതുകൊണ്ട് ഞാനൊരു സത്യം പറയട്ടെ നബിയെ, ഞാൻ ഒരു കാരണവും ഇല്ലാതെയാണ് യുദ്ധത്തിന് വരാതെ. എനിക്ക് അന്നേ ദിവസം മറ്റു ദിവസങ്ങളേക്കാൾ സൗകര്യം ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും, പക്ഷെ ഞാൻ മനഃപൂർവ്വം വരാതിരുന്നതാണ്. അദ്ദേഹം സത്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തീരുമാനം അറിയിച്ചു. ശരി, അങ്ങനെയാണ്, ഞങ്ങൾ ആരും ഇനി നിങ്ങളോട് മിണ്ടുകയില്ല, ആരും ഇനി നിങ്ങളോട് ചിരിക്കില്ല, പ്രിയപ്പെട്ട ബന്ധുക്കൾ പോലും നിങ്ങളോട് ഇനി സൗഹാർദ്ദം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടാകുന്നത് വരെ വല്ലാത്തൊരു മൗനവും ദുഃഖവുമായി ആരും ചിരിക്കില്ല, സംസാരിക്കില്ല എന്ന അവസ്ഥയിലേക്ക് കടന്നുപോയി. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് എന്തോ എന്നറിയില്ല, വിശാലമായ മരുഭൂമിയിൽ മദീനയിൽ എനിക്ക് ഭൂമി കുടുസായതുപോലെ തോന്നാൻ തുടങ്ങി. നബി പോലും കണ്ടിട്ട് ചിരിക്കൂല, സംസാരിക്കൂല, മിണ്ടൂല. തന്റെ ഭാര്യ, ഇണ, പ്രിയപ്പെട്ടവരെല്ലാം ഇങ്ങനത്തെ അവസ്ഥയിലേക്കായി മാറി. അങ്ങനെ ഇരിക്കെയാണ് വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിറങ്ങുകയാണ്. കഅബ് റളിയല്ലാഹുവിന്റെ തൗബ സ്വീകരിച്ചതായി വന്ന വാർത്ത അറിയുകയാണ്. ആ വാർത്ത വന്നതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന സമയത്ത് മുഖം ഒരു ചന്ദ്രനെ പോലെ വെട്ടിത്തിളങ്ങുന്ന ശോഭയിൽ അപ്പോഴാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോഴാണ് ഒന്ന് ശരിക്കൊന്ന് ചിരിച്ചത്. അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ സത്യം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇന്ന് രക്ഷപ്പെട്ടത് എന്നും ഇനിയും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം സത്യമല്ലാതെ ഞാൻ പറയുകയില്ല അന്ന് തീരുമാനമെടുത്തു.
ഞാൻ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയത് ഞാൻ സത്യം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ അടുത്ത ആയത്തിറങ്ങി 119 ആയത്ത് സൂറത്ത് തൗബയിൽ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, സത്യവാന്മാരുടെ കൂടെയാവുകയും ചെയ്യണേ എന്നുള്ള ആയത്ത് അനുബന്ധമായി ആ പശ്ചാത്തലത്തിൽ ഇറങ്ങുകയാണ്. മറ്റൊരിക്കൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സ്വഹാബത്തിനോട്, അനുയായികളോട് പറയുന്നുണ്ട്, വലാ തഅറദ് ഫീമാ ലാ യഅനീക, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അതിന്റെ വേറെ രൂപമാണ് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നത് നന്മയാണ്. അതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മളെ ബാധിക്കാത്ത 4 കാര്യങ്ങളുണ്ട്. ഒന്ന് ഹറാമ്, അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, നമുക്ക് യാതൊരു നിലക്കുമുള്ള നമ്മെ ബാധിക്കാന്ന് പറഞ്ഞാൽ നമുക്കതുമായി ബന്ധപ്പെടാൻ പാടില്ലാത്തതാണ്, അതുകൊണ്ട് അതൊന്ന് മാറി നിൽക്കണം. 2 മക്രൂഹാത്ത്, വെറുക്കപ്പെട്ട തടയപ്പെട്ട കാര്യങ്ങൾ, അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. 3 ഹലാലാണോ ഹറാമാണോ എന്ന് സംശയം തോന്നിക്കുന്ന കാര്യങ്ങൾ, അതിലും നമുക്ക് പോകാൻ പാടില്ലാത്തതാണ്. 4 ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നാൽ അത് അമിതമാകാതിരിക്കേണ്ടുന്നതായ കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക എന്നത് ഇസ്ലാമിലെ നന്മയാണ് എന്നർത്ഥം. വാക്കുകളിലും പ്രവൃത്തികളിലും ഈ കാര്യങ്ങളെ സൂക്ഷിച്ചാൽ നമ്മുടെ നാവ് സുരക്ഷിതമാകും, ഹൃദയത്തിന് സമാധാനവും ആശ്വാസം ഉണ്ടാകും, മറ്റു ആവശ്യമുള്ള കാര്യങ്ങളിൽ നമുക്ക് സജീവമാകാൻ ഒരുപാട് ആശ്വാസം ലഭിക്കുകയും ചെയ്യുമെന്നർത്ഥം. ഒരിക്കൽ അന്ദുലുസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്പെയിനാണ്. ഈ സ്പെയിനിലെ ഒരു മുഫ്തിയായിരുന്ന ഭരണാധികാരിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഖിയാമത്ത് നാളിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വായിച്ചു, ഖിയാമത്ത് നാളിൽ നന്മ തിന്മകൾ തൂക്കി നോക്കുന്നൊരു തുലാസ് ഉണ്ടെന്ന് കേട്ടു. ആ തുലാസ് സ്വർണത്തിൻ്റെതായിരിക്കുമോ ഔ ഫിദ്ദത്തൻ, വെള്ളിൻ്റെതായിരിക്കുമോ എന്ന് ചോദിച്ചു. മുഫ്തി അദ്ദേഹം മറുപടി പറയുമ്പോൾ പറഞ്ഞു, ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ് നന്മ. അതിപ്പോ വെള്ളിയുടെയാണോ സ്വർണത്തിന്റെ ആണോ എന്ന് അറിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഒരു വ്യക്തിക്ക് ഉണ്ടോ എന്ന രൂപത്തിലാണ് അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞത്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, മഹാപണ്ഡിതൻ, ആദ്യമായി ഹദീസ് സമാഹരിച്ച ഗ്രന്ഥം എഴുതിയ പണ്ഡിതനാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഉസ്താദ് നിങ്ങൾക്ക് വയസ്സ് എത്രയായി? ഷെയ്ഖെ നിങ്ങളുടെ ഉംറ എത്രയാണ്, വയസ്സ് എത്രയായി എന്ന് ചോദിച്ചു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, അഖ്ബിൽ അലാ ശഅനിക്, അല്ല മനുഷ്യ, നിങ്ങളെ ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നോക്കി. എന്റെ വയസ്സ് നിങ്ങൾ അറിഞ്ഞിട്ട് എന്തൊരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നേടാനുള്ളത്? അപ്പൊ അത്ര വരെ നമ്മുടെ മുൻഗാമികളുടെ ആ വിഷയത്തിൽ നോക്കി നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളും കുതർക്കങ്ങളും സംശയങ്ങളും ഒക്കെ മാറ്റിവെച്ച് ആവശ്യമുള്ളയിടത്ത് നിന്റെ ശ്രദ്ധയുണ്ടാകട്ടെ എന്നാണ് ഈ പറഞ്ഞ ഉപദേശങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കാം. ഉമർ ഖത്താബ് തങ്ങളുടെ വിലയേറിയ സാരോപദേശങ്ങൾ ചെറിയ ചെറിയ വാചകങ്ങളിലൂടെ ചേർത്ത് വെച്ച നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അറിവ് തേടി ആ അറിവ് സ്വായത്തമാക്കി അത് സ്വീകരിച്ച് അതിനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ജീവിതത്തിന്റെ നന്മകളിലേക്ക് അത് കൊണ്ടുവരാനുള്ള മഹത്തായ ഭാഗ്യം നമുക്കെല്ലാം അല്ലാഹു നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അവസാനമായി ഓതി പഠിച്ചത് 14-ാമത്തെയും 15-ാമത്തെയും ആയത്തുകളായിരുന്നു. ഒരുപാട് ആളുകൾ അത് ഓതി അയക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലരുടെയൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അപ്പോൾ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാലും എല്ലാവർക്കും വേണ്ടി അത് ഒന്നുകൂടി, കഴിഞ്ഞ ദിവസം വരാത്തവർക്കൊക്കെ വേണ്ടി ആയത്തുകൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. أعوذ بالله من الشيطان الرجيم إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار إن الله يفعل ما يريد من كان يظن أن لن ينصره الله في الدنيا والآخرة
فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. എല്ലാവരും ഖുർആൻ നോക്കിയിട്ട് നോക്കിക്കോളൂ. أعوذ بالله من الشيطان الرجيم. إن الله يدخل عمل الصالحات جنات تجري من تحتها الأنهار إن الله يفعل ما يريد. من كان يظن أن لن ينصره الله في الدنيا والآخرة فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. ഈ അവസാനം ഓതിയ 15-ാമത്തെ ആയത്തിലെ من كان يظن أن ينصره الله في الدنيا والآخرة فليمدد بسبب إلى السماء ثم ليقطع ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. യഗീൽ എന്ന് വരണ്ട, യഗീൽ. ആയത്തൊന്നുകൂടി ഒതുക്കിയും മകാന അല്ലൻ യൻസുറഹു അല്ലാഹു ഫിദ്ദുനിയാ വൽആഖിറ ഫൽയംദുദ് ഇലാ السماء ثم ليقطع يذهبنك هل يذهبن كيده ما يغيظ. കെയ്ദുഹൂന്നാണോ നോക്കി? കെയ്ദൂന്നല്ലേ? ഒന്നുകൂടി ഒതുക്കി. ഹൽ യുദ്ഹിബൻ ഓക്കെ. ഷാബിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. വകദാലിക അൻസൽനാഹു ആയാതിൻ ബയ്യിനാത് وأن الله يهدي من يريد وكذلك أنزلناه آيات بينات وأن الله يهدي من يريد إن الذين آمنوا والذين هادوا والصابئين والنصارى والمجوس والذين أشركوا إن الله يفصل بينهم يوم القيامة إن الله يفصل بينهم يوم القيامة
ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വസ്സാബീന വന്നസ്വാറാ വൽമജൂസ് والذين أشركوا إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد. ഈ രണ്ട് ആയത്തുകൾ അവസാനിച്ച വാക്ക് ഏതാ നോക്കിയങ്ങൾ. ഒന്ന് യുരീദല്ലേ, ദാലാണ് അവസാനിച്ചത് അല്ലേ. അടുത്ത ആയത്തോ അവസാനിച്ചത് ഏതിലാ? ഷഹീദിലാണ്, അതും ദാലാണ്. ഈ അഞ്ചക്ഷരങ്ങള് ഖാഫ്, ത്വാ, ബാ, ജീം, ദാല്, ഇതിന് സുക്കൂന് വന്നാല് നമ്മൾ ആ അക്ഷരം വെളിവാക്കി ലാഹിറാക്കി ഉച്ചരിക്കണം എന്നാണ് നിയമം. അതേ സമയത്ത് ഇതിൽ പെടാത്ത യഗീള്, അതേപോലെ തന്നെ നസീർ, ഖദീർ, അലീം തുടങ്ങിയവ വരുമ്പോ അത് ലാഹിറല്ലാതെ ഇഖ്ഫാ ചെയ്ത് അഥവാ ശബ്ദം കുറച്ച് പുറത്തു വരാത്ത രൂപത്തിൽ ഉച്ചരിക്കണം. അപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇവിടെ നമ്മൾ ഓതുമ്പോ തന്നെ കാണാൻ സാധിക്കും ഷഹീദ് എന്ന് വരണം. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയാൻ പറ്റുമോ? അഹദ് എന്ന് വരണം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് പറയോ? എന്ന് പറയില്ല. എന്തിനാ? ഇതിൽ പെട്ടിട്ടില്ല. അപ്പൊ ഈ അഞ്ചക്ഷരം പഠിച്ചാൽ മതി. ഏതൊക്കെ? ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ കുത്തുബ് ജദ് എന്ന് പറയാം. കുത്തുബ് ജദ്. ഇപ്പൊ ഈ അക്ഷരങ്ങൾ അല്ലാത്തിടത്ത് നമ്മൾ സുക്കൂനായി അവസാനിക്കുമ്പോൾ അത് സൈലന്റ് ആയിട്ടാണ് ഉച്ചരിക്കുക. ഈ അക്ഷരങ്ങളിൽ അവസാനിക്കുന്നിടത്തൊക്കെ ആ അക്ഷരം അങ്ങോട്ട് തെളിഞ്ഞാണ് പുറത്തേക്ക് വരുന്ന രൂപത്തിൽ ഉച്ചരിക്കണം. ബുറൂജ്, അഹദ്, സോമദ്. وكذلك أنزلناه آيات بينات وأن الله يهدي من يريد. وكذلك أنزلناه آيات بينات وأن إن الذين آمنوا والذين هادوا والصابئين والنصارى والمجوس والذين أشركوا إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد. وكذلك അതുപ്രകാരം അങ്ങനെ അൻസൽനാഹു നാം അതിനെ ഇറക്കിയിരിക്കുന്നു.
വകദാലിക അതുപ്രകാരം അങ്ങനെ അൻസൽനാഹു നാം അതിനെ ഇറക്കിയിരിക്കുന്നു. എന്താക്കിയിട്ട്? ആയാത്തിൻ ദൃഷ്ടാന്തങ്ങളായിട്ട്, ബയ്യിനാത്തിൻ വ്യക്തമായ ദൃഷ്ടാന്തമായിട്ട്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകൾ വിശദീകരിക്കുന്നുണ്ട്, ഇവിടെ അത് ഇറക്കിയിരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ അൽ ഖുർആന, ഖുർആനിനെ അല്ലാഹു ഇറക്കി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയാത്തിൻ ബയ്യിനാത്തിൻ എന്ന് പറഞ്ഞാൽ വാളിഹാത്തിൻ ഫീ ലഫ്ളിഹാ വ മഅനാഹാ, ഖുർആനിന്റെ വാക്കുകള്, അതിന്റെ ആശയങ്ങൾ ആർക്കും വ്യക്തമാണ്, സ്പഷ്ടമാണ്, ദുരൂഹതകളും നിഗൂഢതകളൊന്നും ഇല്ലാത്തതാണ്. ഹുജ്ജത്തും മിനല്ലാഹി അലന്നാസ്, അല്ലാഹു ജനങ്ങളുടെ മേൽ തന്നിരിക്കുന്ന വ്യക്തമായ തെളിവാണ് അല്ലാഹുവിന്റെ ഖുർആൻ എന്ന് പറയുന്നത്. അന്ന് സാഹിത്യ കുലപതിമാര് ജീവിച്ചിരുന്ന നാട്ടിൽ വെല്ലുവിളിച്ചു, ഇതുപോലത്തെ ഒരു ഖുർആൻ പോലത്തെ ഒരു 10 സൂറത്തുകൾക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. ആദ്യം ഒരു ഖുർആൻ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു, പിന്നെ പറഞ്ഞൊരു 10 സൂറത്ത് കൊണ്ടുവരാൻ പറ്റു, പിന്നെ ചോദിച്ചു ഫഅ്തു ബി സൂറത്തിൻ മിൻ മിസ്ലി, ഒരു സൂറത്തുകൾക്ക് ഇതുപോലെ സ്പഷ്ടമായ വ്യക്തമായ യാതൊരു മറകളുമില്ലാത്ത സത്യമായ സന്ദേശം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇതുവരെ സാധിച്ചിട്ടില്ല. ഇത് വ്യക്തമായ ആയാത്താണ്, ദൃഷ്ടാന്തമാണ്, തെളിവാണ്. ഓരോ പ്രവാചകന്മാർക്കും ഓരോ മുഅ്ജിസത്തൊക്കെ കൊടുത്തപ്പോൾ അവസാനത്തെ പ്രവാചകന് കൊടുത്ത മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. അതെന്താ അവസാനത്തെ പ്രത്യേകത? അത് മുഅ്ജിസത്താന്ന് പറയാനുള്ള കാരണം എന്താ? അത് ആ കാലഘട്ടം കഴിഞ്ഞ് ഈ നാട്ടിൽ ഇനി എത്ര തലമുറകൾ മാറി മാറി വന്നാലും എല്ലാ കാലഘട്ടങ്ങളിലേക്കും മാറ്റം വരുത്താൻ ആവശ്യമില്ലാത്ത ഗ്രന്ഥമായ തെളിവാണ് ഖുർആൻ. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇൻ വഅന്നല്ലാഹ യഹ്ദീ മൻ യുരീദ്, ഈ ഖുർആനിന്റെ ഹിദായത്ത് എല്ലാവർക്കും കിട്ടുമോ എന്ന് ചോദിക്കുന്നത്. വഅന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യഹ്ദീ ഹിദായത്ത് കൊടുക്കും, സന്മാർഗം കാണിക്കും. ആർക്ക്? മൻ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം. ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ അല്ലാഹ് വിചാരിക്കണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അല്ലാഹുവേ എനിക്ക് ഹിദായത്ത് തരണേ എന്ന് പ്രാർത്ഥിക്കാം. ഒരാളെ കണ്ടിട്ട് അയാൾക്ക് ഒരുപാട് കാര്യം പുസ്തകം കൊടുത്തു, പ്രസംഗം അയച്ചു കൊടുത്തു, ഇടക്കിടക്ക് അയാൾ കാര്യങ്ങളൊക്കെ പറയും, അല്ലാഹുവേ അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. മനസ്സ് മാറ്റേണ്ടവൻ പടച്ചവനാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, കൽബ് ഉറപ്പിച്ചു നിർത്തേണ്ട ആള് പടച്ചവനാണ്. കൽബിലേക്ക് ഹിദായത്ത് കൊടുക്കണം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ കൊതിച്ചു അബൂ താലിബിന് ഹിദായത്ത് കിട്ടാൻ. പക്ഷേ അവസാനം മരണസമയത്ത് ചെന്ന് കുറെ പറഞ്ഞു കൊടുത്തു, എന്നിട്ടും ഒരു രക്ഷയില്ലാതെ മരണപ്പെട്ടു പോയപ്പോ നബിക്ക് കരയാനേ കഴിഞ്ഞുള്ളൂ. അപ്പോഴും അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബി നിങ്ങൾ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊന്നും സന്മാർഗം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അതാർക്കാ കഴിയാ? വഅന്നല്ലാഹ യഹ്ദീ മൻ യുരീദ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, യുദില്ലു മൻ യശാ, അല്ലാഹു ചില ആളുകളെ ഖുർആനിൽ നിന്ന് വഴിതെറ്റിക്കും. വയഹ്ദീ മൻ യശാ, ചില ആൾക്കാർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കും. വലഹുൽ ഹിക്മത്തു താമത്തു വൽ ഹുജ്ജത്തുൽ ഖാതിഅ ഫീ ദാലിക്, അതിലൊക്കെ അല്ലാഹുവിന് കൃത്യമായി കൊണ്ടുള്ള ഹിക്മത്തുണ്ട്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലുൻ, അല്ലാഹ് ചെയ്യുന്നതിനെ ഒരാളും ചോദ്യം ചെയ്യൂല. നിങ്ങൾ എന്ത് ചെയ്താലും അല്ലാഹ് നിങ്ങളെ ചോദ്യം ചെയ്യും. അല്ലാഹുവിനുള്ള ഹിക്മത്താണ്. അമ്മാ ഹുവ ഫലി ഹിക്മതിഹി വറഹ്മതിഹി വഅദ്ലിഹി, അല്ലാഹുവിന്റെ ഹിക്മത്ത്, അല്ലാഹുവിന്റെ നീതി, അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ ഇൽമ്, അല്ലാഹുവിന്റെ വലിയ അധികാരം. ലാ മുഅഖിബ ലി ഹിക്മിഹി വഹുവ സരീഉൽ ഹിസാബ്, അത് അവന് മാത്രമുള്ളതാണ്. അവൻ വേഗത്തിൽ വിചാരണ, സരീഉൽ ഹിസാബ് നടത്താൻ കഴിവുള്ളവനാണ്. അല്ലാഹു ഹിദായത്ത് കൊടുക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആയത്തുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അൽ ബഖറയിൽ
അള്ളാഹു ഹിദായത്ത് കൊടുക്കുന്നു പറഞ്ഞാൽ നേരായ മാർഗത്തിലേക്ക് അള്ളാഹ് ഇങ്ങനെ അവനെ വഴി നടത്തും. വേറെ അപ്പുറത്തുപ്പുറത്തൊക്കെ പലരും ഉണ്ടാവും. ബാപ്പ ചിലപ്പോൾ മോശമായിരിക്കും, ചങ്ങന്മാരൊക്കെ വേറെ രൂപത്തിലൊക്കെ അള്ളാഹ് അവനെ ഇങ്ങനെ അതിന്ന് പ്യുവറാക്കി ഇങ്ങനെ കൊണ്ടുപോകുന്ന പറഞ്ഞു നടത്തും. ذلك هدى الله يهدي به من يشاء من عباده. സൂറത്തുൽ അൻആമിൽ 18 നബിമാരുടെ പേര് ഇങ്ങനെ പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയാണ് അത് അല്ലാഹുവിന്റെ ഹിദായത്താണ്, അവൻ ഉദ്ദേശിക്കുന്ന അടിമകൾക്ക് ആ സന്മാർഗം അല്ലാഹ് കൊടുക്കുന്നതാണ്. മറ്റേ ആയത്തിൽ സൂറത്തുൽ ഇസ്രായിൽ കാണാം ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഖുർആൻ ഒരാളെ നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് വഴി നടത്തുന്നതാണ്. യഹ്ദില്ലാഹു ബിനൂരിഹി മൻ യശാ. അല്ലാഹു യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ നൂറ് കൊണ്ട് സന്മാർഗം കൊടുക്കുമെന്നാണ് അല്ലാഹുവിന്റെ പ്രകാശം. അത് ഖുർആനെ കുറിച്ച് പറയുന്ന വാക്കാണ്. ഇതുപോലെ ഒരായത്തുണ്ട്, വകദാലിക അൻസൽനാഹു ആയാത്ത് പോലെ ഒരു ആയത്ത് സൂറത്തുൻ നൂറിന്റെ 46-ലുണ്ട്. ലഖദ് അൻസൽനാ ആയാതിൻ മുബയ്യിനാതിൻ വല്ലാഹു യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. കറക്റ്റായിട്ട് ഇതേ ഒരാശയത്തെ പൂർണ്ണമാക്കി പറയുന്ന ആയത്ത്. ഖുർആനിലെ ഒരായത്തിന്റെ ചില ഭാഗത്തിന്റെ വിശദീകരണം വേറെ ആയത്തിൽ വരും. ഒരു സംഭവത്തിന്റെ ഒരു ഭാഗം ഒരു ഭാഗത്ത് വന്നതിന്റെ മറുഭാഗം വേറെ എവിടെയെങ്കിലും വിശദീകരിക്കപ്പെടും. അത് ഒരു ഖുർആന്റെ പ്രതിപാദന ശൈലിയുടെ ഭാഗമാണ്. ആളുകൾക്കത് കാര്യങ്ങൾ മനസ്സിലാവാനും ഒരു കാര്യം തന്നെ ഒരുപാട് തവണ ആവർത്തിച്ച് വരാതിരിക്കാനും വേണ്ടി അള്ളാഹുവിന്റെ ഒരു ഹിക്മത്താണ് അതിലുള്ളത് എന്നർത്ഥം. ആയത്ത് നിന്ന് ചോദിക്കും വകദാലിക അൻസൽനാഹു ആയാതിൻ ബൈനാത്ത് വഅന്നല്ലാഹ യഹ്ദീ മൻ യുരീദ്. അടുത്ത ആയത്ത് ഇന്നല്ലദീന ആമനൂ വല്ലദീന ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഈ ആയത്തിൽ ശ്രദ്ധിച്ചോളണം. ഇന്നല്ലദീന ആമനു, തീർച്ചയായും സത്യവിശ്വാസികൾ. വല്ലദീന ഹാദു, ഹാദു എന്ന് പറഞ്ഞ യഹൂദി എന്നുള്ളതിന് വിളിക്കുന്ന പേരാണ് ഹാദു. ഹാദു ആയിട്ടുള്ള ജൂതന്മാരായിട്ടുള്ള ആളുകൾ, അതിനാണ് യഹൂദ് കേട്ടോ. അപ്പൊ ആദ്യം ഇന്നല്ലദീന ആമനു സത്യവിശ്വാസികൾ മുഅ്മിനീങ്ങളെ പറ്റി, പിന്നെ വല്ലദീന ഹാദു യഹൂദികളായിട്ടുള്ള മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമിന്റെ അനന്തരഫലമായിട്ട് വന്ന യഹൂദികൾ. 3 വസ്വാബിഈൻ, സ്വാബിഈങ്ങൾ. സ്വാബിഈങ്ങൾ അഥവാ അവരെ കുറിച്ച് പറയുന്നത് സൂര്യനെ ചന്ദ്രനെ നക്ഷത്രങ്ങളെ ഒക്കെ ദേവീ ദേവന്മാരായി കണക്കാക്കുന്ന ആൾക്കാർ. സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന ആൾക്കാരാണ് സ്വാബിഈങ്ങൾ. നമ്മളോട് പറഞ്ഞില്ലേ നിങ്ങൾ സൂര്യന്റെ അസ്തമയ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നോ? എന്താ പറഞ്ഞേ? സൂര്യനെ ആരാധിക്കുന്നവരുടെ പ്രാർത്ഥനാ സമയമാണ്. അതുകൊണ്ട് സൂര്യൻ അസ്തമയ സമയം നോക്കി നിങ്ങൾ എന്ത് ചെയ്യരുത്. അതേപോലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയം നോക്കി നിങ്ങൾ നിസ്കാരത്തിൽ ഏർപ്പെടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സൂര്യനെയും നക്ഷത്രത്തെയും ഒക്കെ ആരാധിക്കുന്ന സ്വാബിഈങ്ങൾ. പിന്നെ നസ്രാനികൾ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമിൽ നിന്ന് പുറപ്പെട്ട നസ്രാനികൾ, ക്രിസ്ത്യർ. വൽ മജൂസ്, മജൂസുകൾ എന്ന് പറഞ്ഞാല് അഗ്നി ആരാധകർ. തീയിനെ ആരാധിക്കുന്ന, തീയിനെ പൂജിക്കുന്ന അഗ്നി ആരാധകർക്കാണ് മജൂസ് എന്ന് പറയാം. 6-ാമത്തേത് വല്ലദീന അശ്റകൂ, ബഹുദൈവ വിശ്വാസികളായി ശിർക്ക് ചെയ്യുന്ന ആൾക്കാർ. പഠിക്കാം. ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന 6 മതക്കാരെ കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നാരാണ്? ഇന്നല്ലദീന ആമനു, അതാരാ? മുഅ്മിനീങ്ങൾ. 2 അല്ലദീന ഹാദു, അതാരാ? യഹൂദികൾ. 3-ാമത്തെ സ്വാബിഈങ്ങൾ, അതാരാണ്? സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരാണ് സ്വാബിഈങ്ങൾ. 4 നസ്രാനികൾ. 5 മജൂസ്, അഗ്നി ആരാധകർ. 6 അശ്റകൂ, മുശ്രിക്കീങ്ങളായ ബഹുദൈവ വിശ്വാസികൾ.
ഇങ്ങനെ 6 പ്രബലമായ മതക്കാരുണ്ട്, പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന ഒരു സമയത്ത്. എന്നിട്ട് അല്ലാഹു തആല എന്താ പറഞ്ഞത്? ഒക്കെ ശരിയാണ് എന്നാ പറഞ്ഞേ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അങ്ങനെ എല്ലാവരും കുറെ ആൾക്കാർ അതിന്റെ ആൾക്കാരാ, എല്ലാം ശരിയാണ്, നിങ്ങൾ ഐക്ക് മുസ്ലിം ആയതുകൊണ്ട് അങ്ങോട്ട് ഹിന്ദുവിലേക്കും പോകണ്ട, ഹിന്ദു ആയതുകൊണ്ട് നിങ്ങൾ ഇനി ഒരു ഇസ്ലാമിക്ക് വരേണ്ട ആവശ്യമില്ല, നമ്മളൊക്കെ ഒന്നാണ് എന്നാണ് ചില CH മുസ്തഫമാരുടെ ഒക്കെ അജണ്ടകളിലൂടെ അവർ പറഞ്ഞുകൊണ്ട് സർവമത സത്യവാദം. എല്ലാം അതും ശരിയാണ്, അതും ശരിയാണ്, ഇതും ശരിയാണ്. അത് ഖുത്ബിയും പറഞ്ഞ് നടക്ക് കിട്ടുന്നിടത്തൊക്കെ അതിന് അദ്ദേഹത്തിന്റെ ബാക്കിൽ കുറെ ആളുകൾ ഇങ്ങനെ വിവരണ്ട് എന്ന് പറഞ്ഞവരാണോ അതെ പടച്ചോളൂ അല്ലെ പടച്ചോൻ ഒരാളെ അങ്ങോട്ട് തിരിപ്പിച്ച് കളഞ്ഞാൽ എന്താ ചെയ്യാ? ഒരു ഹിക്മത്തും ഇല്ലാത്ത വർത്താനങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഈ മതങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യഫ്സിലു ബൈനഹും, ഇവർക്കെല്ലാവർക്കും ഇടയിൽ ഒരു ഫസ്ൽ ഉണ്ടാക്കും. ഫസ്ൽ എന്ന വേർതിരിവ് ഉണ്ടാക്കും. ഇതിൽ ആരാണ് ശരി, ആരാണ് പിഴച്ചവർ എന്നുള്ളത് നാളെ പരലോകത്ത് നിങ്ങൾക്ക് വേർതിരിച്ചെന്ന് കാണിച്ചു തരും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. അതില് വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഈ മതങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങളും ബാക്കിയുള്ള ഈ പറഞ്ഞ ആളുകളും ഒക്കെ സൂറത്തുൽ ബഖറയിലൊക്കെ അതിന്റെ വിശദീകരണങ്ങൾ പറഞ്ഞപ്പോൾ ഇവർ ഫഅബദു മഅല്ലാഹി ഗൈരിഹി, ആദ്യം പറഞ്ഞ ആളൊഴിച്ച് ബാക്കി 5 എണ്ണം അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരെ ആരാധിച്ച വിഭാഗങ്ങളാണ്. അതുകൊണ്ട് ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, വവാഹിദത്തുൻ ഫീഹാ, ആ പറഞ്ഞ കൂട്ടത്തിൽ ഖംസത്തുൻ ലിശൈത്വാനി വാഹിദുൻ ലിർറഹ്മാനി. ഖംസത്തുൻ ലിശൈത്വാൻ, ഈ പറഞ്ഞ കൂട്ടത്തിൽ 5 എണ്ണം ശൈത്താനിനെ ഇഷ്ടപ്പെട്ടു വേണ്ടി അതിനു വേണ്ടി പൂജിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെതായ മാർഗം സ്വീകരിച്ച് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരാണ്. വവാഹിദുൻ, ഒരു വിഭാഗം, ലിർറഹ്മാനി, റഹ്മാനായ റബ്ബിനെ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതാണ് ആദ്യം പറഞ്ഞ ഇന്നല്ലദീന ആമനു എന്ന് പറഞ്ഞത്. ഇനി ഇവർക്കിടയിൽ അല്ലാഹു ഒരു വേർതിരിവ് ഉണ്ടാക്കുന്നു പറഞ്ഞല്ലോ. അതെന്താ? യഫ്സിലു, ഫസ്ൽ ഉണ്ടാക്കുക എന്നാ പറയാ. അത് ഉദ്ദേശിക്കുന്നത് ഇന്ന റബ്ബക ഹുവ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. അവർ ഭിന്നിച്ചു നിൽക്കുന്ന കാര്യത്തിൽ റബ്ബ് ഖിയാമത്ത് നാളിൽ വേർതിരിവുണ്ടാക്കുന്നതാണ്. സത്യത്തിന്റെ ആൾക്കാർ ഇവരാണ്, ഒരു സ്വർഗ്ഗത്തിൽ, നരകത്തിലേക്കുള്ള അസത്യത്തിന്റെ ആൾക്കാർ. അതങ്ങനെ വേർതിരിച്ചവരെ മാറ്റും. ഹാദാ യൗമുൽ ഫസ്ലി അല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ, നിങ്ങൾ നിഷേധിച്ചതിനുള്ള വേർതിരിവ് കാണിക്കപ്പെടുന്ന ദിവസം ഇന്നാണ്. സത്യവും അസത്യവും, വലതുപക്ഷവും ഇടതുപക്ഷവും, സ്വർഗ്ഗക്കാരും നരകക്കാരും വേർതിരിക്കപ്പെടും. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത, ഈ സൂറത്തിലാണ്. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത, ചെറിയ സൂറത്തിലാണ്. ഇതിലാ നബയില്, മാഷാ അല്ലാഹ്, സൂറത്തുൻ നബയിലാണ് കേട്ടോ. തീർച്ചയായും ഒരു വേർതിരിക്കപ്പെടുന്ന ദിവസം തീരുമാനിക്കപ്പെട്ടതാണ്, അത് നടക്കും എന്തൊക്കെ സംഭവിച്ചാലും. ഇതിൽ അല്ലാഹു തആല പറഞ്ഞു ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, ഇതിനെല്ലാത്തിനും അല്ലാഹ് സാക്ഷ്യം വഹിക്കുന്നതാണ്. ഈ നടപ്പിലാക്കുന്ന കാര്യത്തിന് അല്ലാഹ് ദൃക്സാക്ഷിയായിരിക്കും. വയഹ്കുമു ബൈനഹും ബിൽ അദ്ൽ, നീതിയോടെ അല്ലാഹ് തീരുമാനം ഉണ്ടാക്കും. ഫയദ്ഖുലു മൻ ആമന ബിഹിൽ ജന്ന, മുഅ്മിനായ മനുഷ്യർ സ്വർഗ്ഗത്തിൽ അന്ന് വേർതിരിച്ചു മാറ്റിക്കൊണ്ടുപോകും. വമൻ കഫറ ബിഹി, അല്ലാഹുവിനെ നിഷേധിച്ച് അല്ലാഹുവല്ലാത്തവർ ആരാധിച്ചവർ ഇലന്നാരി, നരകത്തിലേക്ക് മാറ്റപ്പെടും. ഫഇന്നഹു തആല ഷഹീദുൻ അലാ അഫ്ആലിഹിം, ഇവരെല്ലാം ഈ 6 വിഭാഗക്കാരും ചെയ്യുന്നതിന് അല്ലാഹ് സാക്ഷി ാണ്. ഹഫീദുൻ ലിഅഖ്വാലിഹിം, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹു സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട്. അവരുടെ രഹസ്യങ്ങളെല്ലാം അല്ലാഹു അറിയുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ 6 ആൾക്കാരും ശരിയാണ് എന്നും ഇവരെല്ലാവരും നിങ്ങൾ ഫോളോ ചെയ്തോളിം എന്നല്ല പഠിപ്പിച്ചത്. ഖാലിഫുൽ മുശ്രിക്കീൻ, നിങ്ങൾ മുശ്രിക്കീങ്ങൾക്ക് എതിരാകണം. അവരെ കൂടെ ഉണ്ടാവണമെന്നല്ല, അവർക്ക് എതിരാവണം നിങ്ങൾ. ആ ഹദീസിൽ കാണാൻ സാധിക്കും, അത് താടി വളർത്തുന്നതിന്റെയും മീശ വെട്ടിച്ചൊരുക്കുന്നതിന്റെയും കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ മുശ്രിക്കീങ്ങളെ മാതിരി ആവരുത്, അവരിൽ നിന്ന് ഭിന്നമാകണം.
ഖാലിഫുൽ മജൂസ്, അതേ വിഷയത്തിൽ മജൂസികൾക്കെതിരാവണം. അവർ താടി വടിച്ചു കളയുന്ന ടീമാണ്, നിങ്ങൾ അവർക്ക് എതിരാവണം. വേറെ വിഷയത്തിൽ കാണാം ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ ജൂതന്മാർക്ക് എതിരാകണം. അതില് ഒന്ന് പറഞ്ഞിരിക്കുന്നത് ജൂതന്മാർ ഖുഫ ധരിച്ച് അവരുടെ പ്രാർത്ഥനകൾ നിർവഹിക്കൂല, ചെരുപ്പ് ധരിച്ച് അവരുടെ പ്രാർത്ഥനകൾ അവർ നിർവഹിക്കൂല. നിങ്ങൾ അവർക്കെതിരാവണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കാം. നമ്മളെ ഇപ്പോഴത്തെ പള്ളിന്റെ കാര്യമല്ല പറയുന്നത്, അന്നത്തെ മദീന പള്ളിയിലൊക്കെ മരുഭൂമി മണലല്ലേ, അപ്പൊ ചിലപ്പോഴൊക്കെ അവർ ചെരുപ്പ് ഉപയോഗിച്ച് നമസ്കരിച്ച രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജൂതന്മാർക്ക് നിങ്ങൾ എതിരാകണം എന്ന് പറഞ്ഞ ആ വിഷയത്തിൽ. അപ്പോ മറ്റു മതസ്ഥർക്ക് നമ്മൾ ഒപ്പമല്ല, ആരാധനകളിൽ ആഘോഷങ്ങളിൽ നമ്മൾ അവർക്ക് എതിരാവാനാണ്, സംസ്കാരങ്ങളിൽ വരെ എതിരാവാനാണ്. കുങ്കുമ നിറമുള്ള വസ്ത്രം ധരിക്കരുതെന്ന് പറഞ്ഞ റിപ്പോർട്ടുകളുണ്ട്. അത് ബഹുദൈവ വിശ്വാസികളുടേതായ വസ്ത്രമാണ് എന്നും അവരുടെ ആരാധനകളിലും അവരുടെ പ്രധാന പൂജകളിലും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന വസ്ത്രങ്ങളാണ്. നമ്മൾ കാവ്യോട് സാദൃശ്യമുള്ള വസ്ത്രങ്ങൾ. ഇന്ന് കുറെ മുസ്ലിങ്ങൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന കുറെ ആൾക്കാരെ കാണാറുണ്ട്. ഇവിടെയാണ് ചില വേർതിരിവ് മതങ്ങൾ തമ്മിലുണ്ട് എന്നും ആ വ്യത്യാസത്തെ മനസ്സിലാക്കിയിട്ട് മുഅ്മിൻ വേറിട്ട് നിൽക്കേണ്ടടുത്ത് വേറിട്ട് നിൽക്കാനും അവന് കഴിയണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആയത്തിലൂടെ. ആ ആയത്തൊന്നുകൂടി ഒതുക്കി, ഇന്നല്ലദീന ആമനു എന്നുള്ള ആയത്ത്. ഇന്നല്ലദീന ശരി, നമ്മൾ ഈ ഭാഗം അവസാനിപ്പിക്കാൻ ഇൻഷാല്ലാഹ്. അതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ധാരാളം അറിവ് നമുക്ക് ഇനിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ പണ്ഡിതൻ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നിങ്ങളുടെ ഭാര്യമാർ രാത്രിയിൽ പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ ഫഅ്ദനൂ ലഹുന്ന, നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം. സ്ത്രീകൾക്ക് പള്ളിയിൽ അനുവാദം കൊടുക്കേണ്ട ഘട്ടം വന്നാൽ നിങ്ങൾ അനുവാദം കൊടുക്കണം. അത് ഭർത്താവിനോട് ചോദിച്ചിട്ട് വേണം അവിടെ ഖുറൂജ്, പുറത്തേക്ക് പോകാൻ എന്നുകൂടെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചില റിപ്പോർട്ടിൽ കാണാം നിങ്ങൾക്ക് വീടുകളാണ് ഖൈറുൻ ലഹുന്ന, ആ പള്ളിയിലേക്ക് പോകുന്നതിനേക്കാൾ ഉത്തമം എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അതിന്റെ ബാക്കിയിൽ വിശദീകരണം പറയാണ്, ഖൈറുൻ ലഹുന്ന മിനസ് സ്വലാത്തി ഫിൽ മസാജിദി, പള്ളിയിൽ അവർ നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം അവർക്ക് വീടാകും. എപ്പോ വദാലിക ലി അംനിൽ ഫിത്നതി, പുറത്തിറങ്ങിയാൽ അവൾ പുറത്തിറങ്ങി നടക്കുന്നത് ഫിത്നയിലാകുമ്പോ ബിമുലാസമതിഹിന്നൽ ബുയൂത്ത്, അവർ വീടുകളിൽ കൂടലാണ് നല്ലത്. അവൾ പുറത്തിറങ്ങി ഒരു സമയത്ത് ഒരാൾ പള്ളിക്ക് മാത്രം മുമ്പ് ഫിത്ന ഉണ്ടാവില്ലല്ലോ. ഫിത്ന പരക്കുന്ന കാലത്ത് ആ പെണ്ണിനെ അങ്ങാടി പോകുന്നതും ഷോപ്പിങ്ങിന് പോണതും ഒന്നും പറ്റൂല. അപ്പൊ അവര് വീടുകളിൽ തന്നെ ഇരിക്കേണ്ടി വരും, അത്രയും ശല്യമായി മാറുമ്പോൾ. എന്നിട്ട് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, അവർ പള്ളി പോവുകയാണെങ്കിൽ വൽയഖ്റുജ്ന തഫിലാത്തിൻ, അവർ തഫിലാത്തുകളായിട്ട് പോകണം, സുഗന്ധം ഉപയോഗിക്കാതെയായിരിക്കണം പോകേണ്ടത്. അതുപോലെ തന്നെ വയസ്രിഫു അൻലാറഹും ഇലൈഹിന്ന, പുരുഷന്മാർ അവരിലേക്ക് നോട്ടം വരുന്ന, പുരുഷന്മാരുടെ നോട്ടം കിട്ടുന്ന സാധ്യതകൾ പരമാവധി കുറക്കണം. അത് ഫിത്നകൾക്ക് കാരണമാകാറുണ്ട്. ആഡംബര സിയാബു സീനത്ത് അവർ ധരിക്കാൻ പാടില്ല, അത് അവർക്ക് ഹറാമാക്കിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മുടെ സഹോദരിമാരെ ഓർമ്മപ്പെടുത്തേണ്ട വാക്കാണ്. യജിബു അലാ വലിയൽ അംരി അൻ യംനഅ മിൻ ഇഖ്തിലാത്തി റിജാൽ ബിന്നിസാഇ ഫിൽ അസ്വാഖി വ മജാമിഇർ റിജാലി. പള്ളിയിൽ മാത്രമല്ല, നമ്മുടെ കല്യാണത്തിന്, നമ്മുടെ പ്രോഗ്രാമുകൾക്ക്, നമ്മുടെ യോഗങ്ങൾക്ക്
ഒരു പെണ്ണ്, ഓരോ കൈകാര്യകർത്താക്കന്മാരായ ആളുകൾ തടയണം. സ്ത്രീയും പുരുഷനും അങ്ങാടികളിൽ പുരുഷന്മാരോടൊപ്പം കൂടിക്കലർന്ന് നടക്കുന്നതിനെ സൂക്ഷിക്കണം. സെപ്പറേറ്റ് ചെയ്യാത്ത ഒരു പരിപാടി ഉണ്ടാകാൻ പാടില്ല എന്നതിന്റെ അർത്ഥം. ഒക്കെ ബന്ധുക്കളല്ലേ, കുടുംബങ്ങളല്ലേ എന്നൊക്കെ നമ്മൾ പറയും. അല്ലാത്തവരുണ്ട്, ആളുകളുണ്ട്. എന്തായിരുന്നാലും അത്തരം വേദികളെ സൂക്ഷിക്കണം. ഇത് പള്ളിയത്തെ കാര്യം മാത്രമല്ല. വഹുവ മസ്ഊലുൻ അൻ ദാലിക, ആ നാട്ടിൽ ഒരു ഇസ്ലാമിക ഭരണം ഉണ്ടെങ്കിൽ ഭരണാധികാരി ചുമതലയുണ്ട്. ഇവിടെ ഒരു സെക്രട്ടറി ഉണ്ടെങ്കിൽ സെക്രട്ടറിക്ക് അതിന്റെ ചുമതലയുണ്ട്. മദ്രസയിൽ ഒരു സ്വതന്ത്രം ഉണ്ടെങ്കിൽ സ്വതന്ത്രന് ചുമതലയുണ്ട്. ആർക്കാണോ അവിടെ ചുമതല അയാളാണ് അതിന്റെ ഉത്തരവാദി. വൽ ഫിത്നതു ബിഹി അലീമത്തുൻ, ആ കാരണം കൊണ്ടുണ്ടാകുന്ന ഫിത്ന ചെറിയ ഫിത്ന ആവില്ല. ഒരു കാഴ്ച മതി, കുറച്ചേരത്തെ സംസാരം മതി ഒരാണിനും പെണ്ണിനും ഇടയിൽ ഫിത്ന ഉണ്ടാവാൻ. എന്നിട്ട് ഇമാം ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ കാലശേഷം ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഫിത്ന പുരുഷന്മാർക്ക് സ്ത്രീകളെ കൊണ്ടേക്കുണ്ടാകുക. അതിന്റെ എല്ലാ സാഹചര്യം സൂക്ഷിക്കാൻ. അതുകൊണ്ട് എന്നിട്ട് അദ്ദേഹം ചുരുക്കി പറഞ്ഞ വാക്ക് ഇതാണ്, യജിബു അലൈഹിം മൻഉഹുന്ന മുതസയ്യിനാത്തിൻ മുതജമ്മിലാത്തിൻ, സ്ത്രീകളെ ഭംഗി ചമഞ്ഞുകൊണ്ടും ആഡംബരങ്ങൾ അണിഞ്ഞും മേക്കപ്പിട്ടും പുറത്തിറങ്ങി നടത്തുന്നതിൽ നിന്ന് തടയൽ വാജിബാണ്, നിർബന്ധമാണ്. ഏത് ബാബിലെന്നറിയോ? പള്ളി പോണ ബാബിലാണ് ഈ പറയുന്നുണ്ടോ. വമനഉഹുന്ന മിനസിയാബില്ലതി യകുന്ന ബിഹ കാസിയാത്തിൻ ആരിയാത്തിൻ കസിയാബിൽ വാസിഅതി, നൈസായ ഡ്രസ്സ് ധരിക്കുക. അവളുടെ സ്ത്രൈണത പുറത്ത് കാണുന്ന വസ്ത്രം ധരിച്ചിട്ട് കാസിയാത്തായിട്ട് പിന്നെയും വസ്ത്രം ധരിക്കാത്തോലെ പോലെയാകുന്ന കോലം കെട്ടുക. വമനഉഹുന്ന മിൻ ഹദീസിർ റിജാലി, പുരുഷന്മാരോട് ഏതാളോട് കയറി എന്തും പറയാൻ പറ്റുന്ന കോലത്തിൽ കയറൂരി വിട്ട സംസാരമുള്ള അവസ്ഥയെ തടുക്കേണ്ടതുണ്ട്. ഫിത്തുറുഖാത്തി, വഴിയോരങ്ങളിൽ. വമനഉർ റിജാലി മിൻ ദാലിക, അങ്ങനെ നടക്കുന്ന പുരുഷന്മാരെയും തടയൽ അയാൾക്ക് വാജിബാണ്. പെണ്ണിന് മാത്രല്ലല്ലോ, അതേപോലെ സ്വഭാവം കാണിക്കുന്ന ആണുങ്ങൾ ഉണ്ടാകുന്ന എല്ലാ സ്ത്രീയുടെ അടുത്തും ചെന്ന് ഇങ്ങനെ കുശുകുശു പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ടെങ്കിൽ അവനെയും കോളറൊക്കെ പിടിച്ച് മാറ്റേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിങ്ങനെ ആദാബുൽ ഇസ്ലാം പാലിക്കാൻ, നല്ല ലജ്ജ കാണിക്കാനും മറ സ്വീകരിക്കാനും കൂടുതൽ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ അണിഞ്ഞൊരുങ്ങേണ്ടതും വേഷം കൊണ്ടും ചമയേണ്ടതുമൊക്കെ അവൾ വീട്ടിലാണെന്നും ഭർത്താവിന്റെ വീട്ടിലാണെന്നും ഒക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഖൈറായ ഏറ്റവും മനോഹരമായ ഇസ്ലാമിന്റെ അദബുകൾ പാലിക്കുന്ന ഫിത്നകളെ ഏറെ ഭയപ്പെടാൻ വേണ്ടി പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടവരാണ്. അല്ലാഹു നമ്മെ എല്ലാം എല്ലാവിധ ശർറുകളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. രോഗികളായ ഒരുപാട് സഹോദരങ്ങളുണ്ട്. അബ്ദുൽ ഖാദർ സാഹിബിനെ പോലെ അല്ലാഹു അവർക്ക് പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലരെയും കുടുംബങ്ങളിലൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗികളുണ്ട്. എല്ലാവരുടെയും സമ്പൂർണ്ണമായ ശിഫ അല്ലാഹു വേഗത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ പല സഹോദരങ്ങളും നമ്മുടെ തൊട്ടടുത്തൊക്കെ ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിൽ, വരുമാനത്തിൽ, കൃഷിയിൽ, കച്ചവടത്തിൽ, ശമ്പളത്തിൽ അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.